റോമൻ സംഖ്യകൾ സൂചിപ്പിക്കുവാൻ 7 അക്ഷരങ്ങളാണ് ഉപയോഗിക്കുന്നത്. അവ I, V, X, L, C, D, M എന്നിവയാണ്. ഇതിൽ I 1 സൂചിപ്പിക്കുന്നു, V 5, X 10, L 50, C 100, D 500, M 1000 എന്നിങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ അക്ഷരങ്ങൾ ആവർത്തിച്ചുപയോഗിച്ചാണ് മറ്റു സംഖ്യകൾ എഴുതുന്നത്. I, X, C, M എന്നിവ ആവർത്തിച്ചെഴുതാം, പരമാവധി 3 തവണ. V, L, D എന്നിവ ആവർത്തിച്ചെഴുതാൻ പാടില്ല. ഒരു ചിഹ്നം 2 തവണ ആവർത്തിച്ചാൽ അതിനു തുല്യമായ സംഖ്യയുടെ 2 മടങ്ങായിരിക്കും സംഖ്യ. 3 തവണ ആവർത്തിച്ചാൽ 3 മടങ്ങ്. ഉദാഹരണത്തിന് I 2 × 1 = 2, X 3 × 10 = 30, M 2 × 1000 = 2000. വലിയ സംഖ്യയെ സൂചിപ്പിക്കുന്ന ഒരു ചിഹ്നത്തിൻ്റെ വലതുവശത്ത് ചെറിയ സംഖ്യയെ സൂചിപ്പിക്കുന്ന ചിഹ്നം എഴുതിയാൽ വലിയ സംഖ്യയോട് ചെറുത് കൂട്ടണം. അതായത് XI 10 × 1 = 11, CII 100 × 2 = 102, LX 50 × 10 = 60. വലിയ സംഖ്യയെ സൂചിപ്പിക്കുന്ന ഒരു ചിഹ്നത്തിൻ്റെ ഇടതുവശത്ത് ചെറിയ സംഖ്യയെ സൂചിപ്പിക്കുന്ന ചിഹ്നം എഴുതിയാൽ വലിയ സംഖ്യയിൽ നിന്ന് ചെറുത് കുറയ്ക്കണം. അതായത് XC 100 × 10 = 90, IX 10 × 1 = 9, CM 1000 × 100 = 900. V, L, D എന്നീ ചിഹ്നങ്ങൾ കുറയ്ക്കാൻ പാടില്ല. ഉദാഹരണത്തിന് 45-നെ VL എന്നെഴുതാൻ പാടില്ല, XLV എന്നെഴുതണം. XLV 50 × 5 × 10 = 45. വിയിൽ നിന്നും എക്സിൽ നിന്നും മാത്രമേ I കുറയ്ക്കുവാൻ പാടുള്ളൂ. 99-നെ XCIX എന്നെഴുതാം, IC എന്നെഴുതാൻ പാടില്ല. Lൽ നിന്നും Cയിൽ നിന്നും മാത്രമേ X കുറയ്ക്കുവാൻ പാടുള്ളൂ. 490-ന് തുല്യമായ റോമൻ ചിഹ്നം CDXC എന്നാണ്. CDXC 500 × 90 × 100 = 490. പകരം XD എന്നെഴുതാറില്ല. ഒരു സംഖ്യയുടെ 1000 മടങ്ങിനെ സൂചിപ്പിക്കുവാൻ വേണ്ടി വിനികുലം അഥവാ ബാർ ഉപയോഗിക്കുന്നു. അതായത് എക്സിന് മുകളിൽ ബാർ വരച്ചാൽ X ബാർ 10 × 1000 = 10000, V ബാർ 5 × 1000 = 5000. ഇനി ഈ ചോദ്യത്തിന് ഉത്തരം കമൻറ്റ് ചെയ്യൂ. 49-നെ സൂചിപ്പിക്കുന്ന റോമൻ സംഖ്യ ഏതാണ്?